ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു ഇറച്ചിയും പൂളേൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ റമദാനൊക്കെ ആകുമ്പോൾ മിക്ക ദിവസങ്ങളിലും നമ്മളെ വീടുകളിൽ പത്തിരി, ചിക്കൻ കറി അങ്ങനെ ഓരോ അതായിരിക്കും അല്ലേ. അപ്പോൾ അതിനിടയിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇങ്ങനെയുള്ള ഫുഡും കഴിക്കാൻ തോന്നും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇറച്ചിയും പൂളേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പ എന്നല്ല ഞങ്ങളവിടെ പറയുക, ഞങ്ങളുടെ നാട്ടിൽ പറയൽ പൂള എന്നാണ്. അപ്പോൾ ഈ പൂള തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി ഇതൊന്ന് 1-2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ അതിന് പൂളൻ്റെ കയ്പ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇതൊന്ന് നല്ലോണം ക്ലീനാക്കി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഇത് വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴൊക്കെ നല്ല വെന്ത് കിട്ടും ഈ പൂള. അപ്പോൾ നമ്മൾ ഇന്നത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഇറച്ചിയും പുളിയും വെക്കൽ ഏറെ ബീഫ് വെച്ചിട്ടാണ് ഇറച്ചിയും പുളി ഉണ്ടാക്കൽ. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൂള റെഡിയാവുന്ന ടൈം കൊണ്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള, പച്ചമുളക്, തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി മസാലേൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റിയിട്ടെടുക്കുക. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും തൂവിക്കാണ്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നേരം വേവിച്ചെടുക്കുക. അപ്പോഴൊക്കെ നമ്മളെ പൂള ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പൂളയിലെ വെള്ളം നമ്മൾ ഊറ്റിക്കളയുക. അതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ആ പൂളയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇത് ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് അതൊന്ന് ഈ പൂളയിലേക്ക് ഒഴിച്ച് കൊടുക്കണം, വറവിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഇറച്ചിയും പൂള ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.